ഒരു ഭിന്നശേഷിക്കാരനായ യുവാവിനെ ആ, ഹോട്ടൽ മുറിയിൽ വിളിച്ചു വരുത്തിയിട്ട് പെൺകുട്ടിയും അവളുടെ ഫ്രണ്ട്സും ചേർന്ന് അതിക്രൂരമായി മർദ്ദിച്ച ഒരു വാർത്ത കണ്ടു. അതില് ആ വാർത്തകളിൽ എല്ലാവരും ശ്രദ്ധിച്ചത്, ഞാനും ശ്രദ്ധിച്ചത്, എല്ലാവരും ശ്രദ്ധിച്ചത് ആ പെൺകുട്ടിയുടെ ഒരു സന്തോഷവും അവളുടെ ഒരു എക്സൈറ്റ്മെന്റും. എന്തോ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന കുട്ടികൾ വരുമ്പോൾ ആളുകൾ മയക്കുമായിട്ട് ചെല്ലുമ്പോൾ അവർ പ്രതികരിക്കില്ലേ, ഹാപ്പി ആയിട്ട്. സിനിമ റിലീസ് കഴിഞ്ഞ് വരുന്ന ഒരു പുതുമുഖ നടി എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്, വളരെ ഹാപ്പി ആയിട്ട് പ്രതികരിക്കത്തില്ലേ? അതേപോലുള്ള ഒരു എക്സൈറ്റ്മെന്റ് സത്യത്തിൽ ഭയപ്പെടുത്തുന്നതാണ്. ആ പെൺകുട്ടിയുടെ മുഖം എന്നെ വല്ലാണ്ട് ഭയപ്പെടുത്തുന്നു. നമ്മുടെ കേരളത്തില് ഡ്രഗ്സ് വളരെയധികം വ്യാപകമാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അത് പുതിയ വാർത്തയൊന്നും അല്ല. പക്ഷെ നമ്മൾ പാരൻസിന് കുറെ ആപ്പുകളെ കുറിച്ച് ഇപ്പൊ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. അതിനകത്തുള്ള മറ്റു കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും വലിയ ധാരണയില്ല. എൻ്റെ ഒരു ക്ലയന്റ് ഒരു ദിവസം എന്നോട് പറയായിരുന്നു, അദ്ദേഹം ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ആപ്പിൽ കയറി ചാറ്റ് ചെയ്തു. അങ്ങനെ ഒരു പെൺകുട്ടി പരിചയപ്പെട്ടു. ഡേറ്റിന് വരാമോ എന്ന് ചോദിച്ചു. വരാമെന്ന് പറഞ്ഞു. അവള് കാറിൽ കയറിയപ്പോൾ നഗരത്തിലെ അറിയപ്പെടുന്ന ഒരു ഫാമിലിയിലെ, വേറെ ബോട്ട്സ് പറയുന്നതിനൊന്നും ആ കുട്ടിക്ക് യാതൊരു പ്രശ്നവുമില്ല. അപ്പം അറിയപ്പെടുന്ന ഒരു ഫാമിലിയിലെ കുട്ടിയാണ്. അവള് പറഞ്ഞത് 1 മണിക്കൂർ 10,000 റുപ്പീസ്. അപ്പം അതായത് അവർക്ക് പൈസ ഇല്ലാഞ്ഞിട്ടല്ല, ഇത് എക്സ്ട്രാ പോക്കറ്റ് മണിക്ക് വേണ്ടി പെൺകുട്ടികൾ കണ്ടെത്തുന്ന മാർഗമാണിത്. ഡേറ്റിംഗ് ആപ്പ് വഴി, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഷുഗർ ഡാഡീസ്, ഇങ്ങനെ ഉള്ളവരടുത്ത് സൗഹൃദം ഉണ്ടാക്കുക, എന്നിട്ട് ഈ തരത്തിൽ ഉള്ള 1 മണിക്കൂറിന് ഇത്ര വെച്ചിട്ട് വാങ്ങുക. അപ്പം എന്തുകൊണ്ടാണ് അവളുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്തതെന്നറിയാമോ? എൻ്റെ അച്ഛൻ ഇന്നാരാണ്, എൻ്റെ അമ്മ ഇന്നാരാണ്, ഞാൻ ഇന്നടത്താണ്, അപ്പൊ എനിക്ക് 10,000 റുപ്പീസ് എങ്കിലും വേണം. ഇതാണ് ഡിമാൻഡ്. എന്തോ ഒരു ഹൊറിബിൾ. ഞാൻ ഈ പെൺകുട്ടിയുടെ മുഖം കണ്ടപ്പോഴൊക്കെ എനിക്ക് അയാള് ഷോക്ക്ഡ് ആയിട്ട്, അയാൾക്ക് ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അയാൾ പറയാം, എൻ്റെ വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി മാം എന്ന്. നമ്മള് ഇപ്പോ എന്താ പറയാ, വെസ്റ്റേൺ കൾച്ചർ കുറേയൊക്കെ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവരുടെ നന്മയൊന്നും നമ്മളൊട്ട് കാണുന്നുമില്ല. എനിക്ക് ഈ 10-27 വർഷമായി എൻ്റെ കൗൺസിലിംഗ് എക്സ്പീരിയൻസിൽ വിദേശത്തുള്ള ആളുകൾ അപ്പോയിൻമെന്റ് എടുക്കും. അപ്പൊ ഞാൻ ഓരോ രാജ്യത്തെയും കാര്യങ്ങൾ ഞാൻ ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി അങ്ങോട്ട് ചോദിക്കാറുണ്ട്. അവരുടെ ഒരുപാട് നന്മകളുണ്ട്, വിദേശീയരുടെ ഒരുപാട് നന്മകളുണ്ട്. അതൊന്നും നമ്മൾ കാണുന്നില്ല. നമ്മൾ അവരുടെ ഈ തരം കാര്യങ്ങൾക്കാണ് നമ്മൾ അത് എന്താ പറയാ എക്സ്പീരിയൻസ് ചെയ്യാനും അതിനെ അനുകരിക്കാനും നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിനകത്തിൽ അവര് പെൺകുട്ടികൾ ചോദിക്കുന്ന ഒരു കാര്യം, കന്യകാത്വവും പാതിവൃത്യവും പുരുഷനില്ല, പിന്നെ എന്തിനാണ് ഞങ്ങൾക്ക്? പിന്നെ നമ്മള് മാധവിക്കുട്ടിയുടെ ഒരു കോട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് പലപ്പോഴും. അതായത് അത് ആർക്കാണ് നമ്മളത് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയാവോ? റേപ്പ് വിക്ടിംസിനാണ്. അല്ലാതെ വെറുതെ എടുത്തിട്ട് അത് പറഞ്ഞു കൊടുക്കരുത്. ഒന്ന് മുക്കി മുള്ളി മൂത്രമൊഴിച്ച് ഡെറ്റോൾ സോപ്പിട്ട് കഴിയാൽ തീരുന്ന പാപമേ ഉള്ളൂ നിന്റെ ദേഹത്ത് എന്ന് പറഞ്ഞു കൊടുക്കുന്നത് റേപ്പ് വിക്ടിംസിനാണ്. അല്ലാതെ ഒരു ക്ലാസ് മുറിയിലല്ല ഇത് പറഞ്ഞു കൊടുക്കേണ്ടത്. അൺഫോർച്ചുനേറ്റ്ലി ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. നമ്മൾ ക്ലാസ് എടുക്കുന്ന ആള് എന്താ പറയുന്നതെന്നുള്ളത് വളരെ നിർണായകമാണ്. കാരണം അവരുടെ ഏജ് അങ്ങനെയാണ്. നമ്മുടെ കുട്ടികൾക്ക് 16 വയസ്സായാലും 12 വയസ്സിന്റെ മെച്യൂരിറ്റി ഉണ്ടാവും. പക്ഷെ അവരുടെ ഹോർമോൺസ് വളരെയധികം ആളിക്കത്തുന്ന സമയമാണ്. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന തെറ്റായ രീതിയിൽ അവർ എടുക്കത്തുള്ളൂ. സെക്സ് ഇസ് നോട്ട് എ പ്രോമിസ്. ഇതൊക്കെ വളരെ തെറ്റായിട്ട് എടുക്കത്തുള്ളൂ. എവിടെയാണ് ഇതിന്റെ പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ അവരുടെ ഹെൽത്തിനെ അത് എഫക്റ്റ് ചെയ്യും. അബോർഷൻ റേറ്റ് കൂടുകയാണ്. കുട്ടികളെ കൊന്നുകളയുന്ന അച്ഛനമ്മമാര്, അവിവാഹിതരായ അമ്മമാരും അവിവാഹിതരായിട്ടുള്ള ആണും പെണ്ണും ചേർന്ന് കുഞ്ഞുങ്ങളെ കൊല്ലുന്ന കേസൊക്കെ എത്ര വ്യാപകമാണ്. അതിലും ഷോക്കിംഗ് ആണ് താൻ പ്രസവിച്ച കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് അറിഞ്ഞുകൂടാത്ത പെൺകുട്ടികളുടെ അവസ്ഥ. അപ്പം ഇവരുടെയൊക്കെ പാരൻസിന്റെ ഹിസ്റ്ററി എടുക്കുമ്പോൾ ഇവരെല്ലാരും നല്ല വിദ്യാഭ്യാസവും വിവരവും സമൂഹത്തിൽ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാണ്.
നമ്മൾ കുട്ടികൾക്ക് 24 മണിക്കൂറും പറയെ നടക്കുമെന്നും വേണ്ട, പക്ഷെ അവരുടെ ഒരു സേഫ് പ്ലേസ് ആയിട്ട് മാറണം, സേഫ് പ്ലേസ് ആവണം. നമുക്ക് അവരുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആവാൻ പറ്റത്തില്ല, ഒരിക്കലും പറ്റത്തില്ല, അതൊക്കെ ചുമ്മാ തോന്നുന്നേ. ബെസ്റ്റ് ഫ്രണ്ട്സ് ഒന്നും ആവണ്ട, പക്ഷെ നമ്മൾ അവരുടെ സേഫ് പ്ലേസ് ആവണം. എന്തും വന്ന് പറയാൻ പറ്റണം, കുഞ്ഞുങ്ങൾക്ക് എന്തും വന്ന് പറയാൻ പറ്റണം. ഇപ്പോൾ 10-24 വയസ്സായ കുട്ടികളെ പോലും നമുക്ക് കുഞ്ഞുങ്ങൾ എന്നേ ചിന്തിക്കാൻ പറ്റുന്നുള്ളൂ. കാരണം അവർക്ക് അത്രയും മാത്രം നമ്മൾ പ്രൊട്ടക്ഷനും ഒക്കെ കൊടുക്കുന്നത് കൊണ്ട് അവരുടെ ഇമോഷണൽ കോഷ്യന്റ് എന്ന് പറയുന്നത് പതുക്കെ പതുക്കെ ഡെവലപ്ഡ് ആവത്തുള്ളൂ. സോ എന്ന് വെച്ചിട്ട് അവരുടെ സെക്സ് ഹോർമോൺസ് ഒന്നും അടങ്ങിയിരിക്കുന്നില്ല, അത് ആളിക്കത്തുന്ന സമയത്ത് ഇത്തരം ആപ്പുകളെല്ലാം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. അപ്പം അതിന്റെ കൂട്ടത്തില് അവർക്ക് വേണ്ടുന്നത് മാത്രമാണ് അവര് തിരഞ്ഞെടുക്കുന്നത്. സെക്സ് ഇസ് നോട്ട് എ പ്രോമിസ്. ഒന്ന് മുക്കി മുള്ളി മൂത്രമൊഴിച്ച് ഡെറ്റോൾ സോപ്പിട്ട് കഴുകിയാൽ തീരുന്ന പാപമേ ഒരു പെണ്ണിന് സെക്സിൽ നിന്നുണ്ടാവുള്ളൂ. ഇത് രണ്ടും റോങ് ആയിട്ടാണ് അവര് ഉൾക്കൊള്ളുന്നത്. മിക്കവാറും ഉള്ള പെൺകുട്ടികളെ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ ജീനിയേഴ്സ് ഇൻ ദ റോങ് വേ. അവർക്ക് ബുദ്ധി ഒരുപാടുണ്ട്, ഐക്യു ഒരുപാടുണ്ട്, പക്ഷെ ഇമോഷണൽ കോഷൻ നില്ലാണ്. നമുക്ക് ഇതൊന്നും ഒരു എന്താ പറയാ, എന്തെങ്കിലും പറഞ്ഞു പോയാൽ, നമ്മുടെ വായിൽ നിന്ന് എന്തെങ്കിലും ഒരു അവർക്ക് ഇഷ്ടമല്ലാത്തത് പറഞ്ഞു പോയാൽ ഉടനെ സദാചാരം, വന്ന് കപട സദാചാരം. ഇതൊന്നും കപട സദാചാരമല്ല. നാളെ ഒരു ആത്മഹത്യയിലോട്ട് നിങ്ങൾ പോകാതിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. നിങ്ങൾക്ക് നാളെ ഒരു മാരകമായിട്ടുള്ള ഒരു രോഗത്തിന് അടിമയാകാതിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. മൾട്ടിപ്പിൾ സെക്സ് പാർട്ട്നേഴ്സ്, അത് ആരാണെന്ന് പോലും അറിയാത്ത, അവരുടെ ശുചിത്വം എന്താണെന്ന് പോലും അറിയാത്ത ആളുകളുമായിട്ട് സെക്സ് ചെയ്യുന്നു, ഗ്രൂപ്പ് സെക്സ് ചെയ്യുന്നു. അതിൽ ആരുടെ കുട്ടിയാണെന്ന് അറിയാൻ മേത്ത ഒരു ഗർഭം ധരിക്കേണ്ടി വരുന്നു, അത് പുറത്തറിയാതിരിക്കാൻ കൊല്ലേണ്ടി വരുന്നു. ഇതൊക്കെ നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്നുണ്ട്, പെരുകിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു കേസ് വരും, അത് ആളിക്കത്തും, പിന്നെ അത് നമ്മൾ മറക്കും, അടുത്ത കേസ് വരുമ്പോൾ അതിൻ്റെ പുറകെ പോകും. സോ നമ്മുടെ എല്ലാ കാര്യങ്ങളും, സൊസൈറ്റിയിലെ എല്ലാ കാര്യങ്ങളും നടക്കട്ടെ. നമ്മൾ ഹെൽത്തിന് വേണ്ടി ഇപ്പോൾ മുക്കിന് പെൺകുട്ടികളുടെ ഓരോ രൂപത്തെയും മാറ്റിമറിക്കാനുള്ള, ആൺകുട്ടികളുടെ ആവട്ടെ പെൺകുട്ടികളുടെ ആവട്ടെ, മനുഷ്യന്റെ രൂപത്തെ മാറ്റിമറിക്കാനുള്ള എന്തെല്ലാം മാർഗങ്ങൾ വരുന്നു. നിറം വേണോ, നിറമുണ്ട്, അത് വേണോ, ഇത് വേണോ, എല്ലാത്തിനും മാർഗങ്ങളുണ്ട്. പക്ഷെ ഇമോഷണൽ കോഷ്യന്റ്, ഇമോഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഒട്ടും മെനക്കെടാറില്ല. അതിപ്പോ എന്താ എന്നുള്ളൊരു സംഭവമാണ്. നിങ്ങൾ ഒരു പ്രൊഫഷണൽ അടുത്തും കൊണ്ടുപോകണ്ട. നിങ്ങൾ പാരൻസ് കുറച്ച് നേരം നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുക. പിന്നെ ക്ലാസ്സസ് എടുക്കാനായിട്ട് വിളിക്കുന്ന ആളുകളെ പ്രത്യേകം ശ്രദ്ധിക്കുക. എക്സ്പീരിയൻസ് ഉള്ള ജെന്യുവിൻ ആയിട്ടുള്ള പ്രൊഫഷണൽസിനെ വിളിക്കുക. ഒരു ഗ്രൂപ്പിനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ താൽക്കാലികമായി കയ്യടി വാങ്ങിക്കുകയല്ല വേണ്ടത്. എന്നെന്നും ആ കുട്ടികളുടെ ഫ്യൂച്ചറിന് ഉതകുന്ന രീതിയിലുള്ള ക്ലാസ് കൊടുക്കാൻ പറ്റുന്നവരെ വിളിക്കുക. സോ നമ്മുടെ കുട്ടികൾ, ഈ ഭൂമി വളരെ നല്ലതാണ്, മനുഷ്യരെല്ലാവരും വളരെ നല്ലതാണ്. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം, എന്നാൽ ദൈവമുണ്ടെങ്കിൽ ചെകുത്താനുമുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ കുട്ടികൾ എല്ലാവരും അത്ര സേഫ് അല്ല. അവർക്ക് ചുറ്റും അപകടമുണ്ട്. അത് ഒരു പരിധി വരെ മാതാപിതാക്കൾ കരുതിയിരിക്കുക തന്നെ വേണം, ശ്രദ്ധിക്കുകയും വേണം.